നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഏറെ സ്നേഹത്തോടെയും കരുതലോടെയും കാർഗോ വഴി അയച്ച ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിൽ കെട്ടിക്കിടന്ന് നശിക്കുന്നതായി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അയച്ച സാധനങ്ങളാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത്. ഇതുമൂലം സ്വരുക്കൂട്ടി വച്ച സാധനങ്ങൾ നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് അയച്ച് അത് ലഭിക്കുന്നതും കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് നഷ്ടം തന്നെയാണ് ലഭിക്കുക. കുട്ടികൾക്കുള്ള ചോക്ലേറ്റുകൾ, മറ്റ് ഭക്ഷ്യസാധനങ്ങൾ എന്നിവയും വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം എയർ സീ കാർഗോ വഴിയാണ് പ്രവാസികൾ അയക്കാറുള്ളത്. വിമാനങ്ങളിൽ അയക്കുന്ന കാർഗോയ്ക്ക് നിരക്ക് കൂടുമെങ്കിലും അവ പലപ്പോഴും കൃത്യസമയത്ത് തന്നെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കടൽ മാർഗം അയക്കുന്ന കാർഗോ നിരക്ക് താരതമ്യേന കുറവാണെന്നതിനാൽ തന്നെ തൊഴിലാളികൾ, ഗ്രോസറി, കഫറ്റേരിയ ജീവനക്കാർ തുടങ്ങിയ കുറഞ്ഞ വേതനക്കാർ മിക്കപ്പോഴും സീ കാർഗോ വഴിയാണ് അയക്കാറ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നാട്ടിലേക്ക് പോകാനാകാത്തവരും ജോലി അന്വേഷിച്ച് സന്ദർശക വിസയിൽ വന്ന് നിരാശരായി മടങ്ങുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും സമ്മാനിക്കുന്ന സാധനങ്ങളും നാട്ടിലേക്ക് അയച്ചവർക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടൽ മാർഗം അയക്കുന്ന കാർഗോ തുറമുഖത്ത് ബാക്കിയാക്കുന്നതിൽ ഉപയോക്താക്കളോടൊപ്പം കാർഗോ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാണ് കഴിയുന്നത്. മാസങ്ങളോളം കെട്ടിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ ഡിമറേജ് ഇനത്തിൽ ഭീമമായ തുക നൽകേണ്ടി വരുന്നതാണ് കാർഗോ കമ്പനികളെ ആശങ്കയിലാക്കുന്നത്. ഇതുവഴി തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുന്നുവെന്നും കോവിഡ് മൂലം പ്രതിസന്ധിയിലായ ബിസിനസ് കൂടുതൽ ആഴത്തിലേക്ക് പതിക്കുകയാണെന്നും കാർഗോ കമ്പനി ഉടമകൾ പരാതിപ്പെടുകയും ചെയ്തു. ഈ നഷ്ടം താങ്ങാനാവാതെ ചില കമ്പനികൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും പ്രശ്നം നീണ്ടുപോയാൽ മിക്ക കാർഗോ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഉടമകൾ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ഗൾഫിലും ഇന്ത്യയിലുമായി കാർഗോ മേഖലയിൽ 25,000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്തു വരികയാണ്. ഇത് സംബന്ധമായി പല പ്രവാസി സംഘടനകളും അധികൃതർക്ക് നിവേദനം നൽകിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.